മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാഷ്ട്രമായ ഒമാനെ കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി യാതൊരുവിധ സഹകരണത്തിനും മുതിരരുതെന്ന് ട്രംപ് ഒമാനെ മുന്നറിയിപ്പ് നൽകി. വൈറ്റ് ഹൌസിൽ നടന്ന ക്യാബിനറ്റ് യോഗത്തിൽ സംസാരിക്കവെ ഇറാനും ഒമാനും സംയുക്തമായി കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളെ ട്രംപ് തള്ളിപ്പറഞ്ഞു. തന്ത്രപ്രധാനമായ ഈ ജലപാത അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി എപ്പോഴും തുറന്നിടണമെന്നും ഒരു രാജ്യത്തിനും ഇതിന്റെ മേൽ പ്രത്യേക നിയന്ത്രണം അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. മേഖലയിലെ പരമ്പരാഗത US സഖ്യകക്ഷിയും നിഷ്പക്ഷ നയതന്ത്ര നിലപാടുകൾക്ക് പേരുകേട്ടതുമായ ഒമാനെ തങ്ങളുടെ ഭാഗത്താക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ്. പുതുതായി രൂപീകരിച്ച പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി വഴി കപ്പൽ ഗതാഗതം നിരീക്ഷിക്കാനും ഒരു കപ്പലിന് $20 ലക്ഷം വരെ ഉയർന്ന ടോൾ ഈടാക്കാനുമാണ് ഇറാൻ പദ്ധതിയിടുന്നത്. ഹോർമൂസ് കടലെടുക്ക് നിയന്ത്രിക്കാൻ ഇറാനും ഒമാനും തമ്മിലുള്ള ഹ്രസ്വകാല കരാറിനെ US അംഗീകരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപ് അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കും. അത് അന്താരാഷ്ട്ര ജലാശയമാണ്. ആർക്കും അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനാവില്ല എന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു. തുടർന്ന് ഒമാനെ നേരിട്ട് പരാമർശിച്ചുകൊണ്ട് മറ്റെല്ലാവരെയും പോലെ ഒമാനും മര്യാദയ്ക്ക് പെരുമാറണമെന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ തകർത്തു തരിപ്പണമാക്കേണ്ടി വരുമെന്നും അവർക്ക് അത് നന്നായി അറിയാമെന്നും അതുകൊണ്ട് അവർ കൃത്യമായി പെരുമാറിക്കൊള്ളുമെന്നും ട്രംപ് പറഞ്ഞു. സൈനികപരമായ ഭീഷണികൾക്ക് പുറമെ ഇറാനെതിരെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങളും ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. ഇറാന്റെ പുതിയ പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിക്കെതിരെയും അവരുമായി സഹകരിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെയും US ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഉപരോധം ഏർപ്പെടുത്തി. ലോകത്തിലെ മൊത്തം എണ്ണ പ്രകൃതിവാതക വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലെടുക്കിലെ തടസ്സങ്ങൾ ആഗോള ഊർജ്ജ മേഖലയിലെ വൻ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് വരുത്താൻ US തയ്യാറല്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. US സൈന്യത്തെ പിൻവലിക്കുമെന്നും മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടുകൊടുക്കുമെന്നുമുള്ള ഇറാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു.